സാൾട്ട് ആൻഡ് ക്യാമ്പർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീം 2025 എൻജിനീയറിംഗ് തേർഡ് അലോട്ട്മെൻറ്റിൻ്റെയും സ്ട്രേ വേക്കൻസി റൗണ്ടിൻ്റെയും ലാസ്റ്റ് റാങ്ക് എന്തുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്നില്ല എന്ന് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സിയുടെ തീരുമാനമാണ് പ്രസിദ്ധീകരിക്കണോ വേണ്ടേ എന്നുള്ളത്. ഫസ്റ്റ് ഫേസിൻ്റെയും സെക്കൻഡ് ഫേസിൻ്റെയും ലാസ്റ്റ് റാങ്ക് അവിടെ ലഭ്യമാണ്, സിയുടെ സൈറ്റിൽ ലഭ്യമാണ്. തേർഡ് ഫേസിൻ്റെയും, അതായത് വീണ്ടും ഓപ്ഷൻ ക്ഷണിച്ച തേർഡ് ഫേസിൻ്റെയും അതിനുശേഷം വീണ്ടും ഓപ്ഷൻ ക്ഷണിച്ച സ്ട്രേ വേക്കൻസി റൗണ്ടിൻ്റെയും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് പട്ടികയായിട്ട് കൊടുത്തിട്ടില്ല. അതേസമയം അലോട്ട്മെൻറ്റ് ലിസ്റ്റ് സൈറ്റിൽ ലഭ്യമാണ്. അവിടെ നിന്ന് ആവശ്യമുള്ളവർക്ക് അത് കണ്ടെത്താൻ സാധിക്കും. ഇത് ഞാൻ പറയാൻ മറ്റൊരു കാരണം കൂടി ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ശ്രദ്ധപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എൻ്റെ അടുത്ത് പരാതി ഇങ്ങനെ ചോദിച്ചു, ഒരു സംശയം ചോദിച്ചു. 46,318 റാങ്കുള്ള ഞാൻ ഇന്ന കാറ്റഗറിയിലാണ്. ഞാൻ കൊടുത്ത ആ ഒരു കോളേജിൽ, ഞാൻ അവസാനമായിട്ട് ഓപ്ഷൻ കൊടുത്ത കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. അതേസമയം എൻ്റെ താഴെയുള്ള 52,589 എന്ന റാങ്കിന് ആ കാറ്റഗറിയിൽ ആ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ ഇവിടെ ലാസ്റ്റ് റാങ്കിൻ്റെ കേസിൽ ഒന്ന് ബന്ധപ്പെടുത്തി പറയുന്നത്. ഈ 52,589 എന്ന റാങ്കുകാരി അല്ലെങ്കിൽ റാങ്കുകാരന് അതേ കാറ്റഗറിയിൽ കിട്ടിയിരിക്കുന്ന കോളേജ് എന്ന് പറയുന്നത് തേർഡ് ഫേസിലാണ്. തേർഡ് ഫേസിൽ എല്ലാവരും ഓപ്ഷൻ കൊടുത്തു. ആ കൂട്ടത്തിൽ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന 46,318 എന്ന റാങ്കുകാരൻ അല്ലെങ്കിൽ റാങ്കുകാരി മറ്റൊരു കോളേജിലേക്ക് ഓപ്ഷൻ കൊടുത്തു, അങ്ങോട്ട് മാറിപ്പോയി. അപ്പോൾ സ്വാഭാവികമായും ആ സീറ്റിലേക്ക് ആ കാറ്റഗറിയിലുള്ള അടുത്ത റാങ്കുകാരനെ പരിഗണിച്ചപ്പോൾ, അടുത്ത റാങ്കുകാരൻ ആരാണോ ഓപ്ഷൻ കൊടുത്ത ആ റാങ്കുകാരനെ പരിഗണിച്ചപ്പോൾ കിട്ടിയിരിക്കുന്നതിന് 52,589 ആണ്. സ്ട്രേ വേക്കൻസി റൗണ്ടിൽ ഈ 46,318 വീണ്ടും ഇങ്ങോട്ട് വരണം എന്ന ആഗ്രഹമുണ്ട്. അങ്ങനെ ഓപ്ഷൻ കൊടുക്കുകയും ചെയ്തു. പക്ഷേ നിലവിൽ അവിടെയുള്ള സീറ്റ്, ഈ കാറ്റഗറിയിൽ സീറ്റ് ഒഴിവില്ലാത്തതിനാൽ അയാൾക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അയാളെക്കാളും താഴ്ന്ന റാങ്കുകാരനാണ് അവിടെ നിലവിൽ ഇരിക്കുന്നതും. അതായത് 46,000 താഴെയുള്ള 52,000 ചില്ലാനുള്ള റാങ്കുകാരനാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായും ഇതിന് പരാതി കൊടുക്കാൻ സാധിക്കില്ല. കാരണം അതിന് മുമ്പത്തെ അലോട്ട്മെൻറ്റിൽ കയറിയതാണ്. ഈ അലോട്ട്മെൻറ്റിൽ ആ റാങ്കുകാരൻ ഈ അലോട്ട്മെൻറ്റിൽ കയറിയതല്ല. അപ്പോൾ ഇവിടെ ലാസ്റ്റ് റാങ്ക് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ, അതായത് സ്ട്രേ വേക്കൻസി റൗണ്ടിൻ്റെ ലാസ്റ്റ് റാങ്ക് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കോളേജിൽ, ഈ ഒരു ബ്രാഞ്ചിൽ, ഈ കാറ്റഗറിയിലെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 52,589 ആയിരിക്കും. അതേസമയം 46,318 എന്ന റാങ്കുകാരൻ പുറത്തിരിക്കുന്നുമുണ്ട്. അവിടെ അപ്ലൈ ചെയ്ത 46,318 എന്ന റാങ്കുകാരൻ പുറത്തിരിക്കുന്നു. 52,589 എന്ന റാങ്കുകാരൻ, അത് അയാൾക്കാണ് താഴെ റാങ്കുകാരൻ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയും ചെയ്തു, ലാസ്റ്റ് റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുകയും ചെയ്തു. അത് എന്താ പറയുക, അടുത്ത വർഷം ഇത് റഫർ ചെയ്യുന്ന ഒരാൾക്ക് അത് കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അയാൾക്ക് കിട്ടാതെ ഇയാൾക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് റാങ്ക് അങ്ങനെ പ്രസിദ്ധീകരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്നുള്ളതുകൊണ്ടാണ് സ്ട്രേ വേക്കൻസി റൗണ്ടിൻ്റെയും അതേപോലെ പുതിയ ഓപ്ഷൻ സ്വീകരിച്ച ഇതിൻ്റെയും, അതായത് തേർഡ് റൗണ്ടിൻ്റെയും ലാസ്റ്റ് റാങ്ക് പ്രസിദ്ധീകരിക്കാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആവശ്യമുള്ള ആർക്കും വേണമെങ്കിൽ ഇത് ലാസ്റ്റ് റാങ്ക് ഈ പട്ടികയിൽ നിന്നും അവർക്ക് സ്വന്തമായിട്ട് കണ്ടെത്താവുന്നതാണ്. അത് ഓരോ റാങ്ക് അനുസരിച്ചാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റാങ്ക് കഴിഞ്ഞ് നിങ്ങൾ അപ്ലൈ ചെയ്ത അതേ കാറ്റഗറിയിൽ മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. ആ കൊടുത്തിരിക്കുന്നതിൻ്റെ റിമാർക്സ് കോളം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ കേസിൽ 52,589 പാലക്കാട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ IT-യിലാണ് കിട്ടിയിരിക്കുന്നത്. BX കാറ്റഗറിയിലാണ്. അതിന് റിമാർക്സ് കോളം നോക്കുക, അഡ്മിറ്റഡ് സീറ്റ് റീറ്റെയിൻഡ് എന്നാണ്. നേരത്തെ അഡ്മിഷൻ കൊടുത്ത സീറ്റ് റീറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് 46,318 റാങ്കുകാരൻ നിലവിൽ അവിടേക്ക് അപ്ലൈ ചെയ്തിട്ടും കിട്ടാത്തത്. അപ്പോൾ താഴെയുള്ള റാങ്കുകാരൻ കിട്ടാതെ മുകളിലുള്ള റാങ്കുകാരൻ കയറിയിരിക്കുന്നു എന്നുള്ള ലാസ്റ്റ് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ
അതിൻ്റെ ഭവിഷ്യത്ത് എത്രത്തോളം ആയിരിക്കുമെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇതിൻ്റെ ലാസ്റ്റ് റാങ്ക് ആ രൂപത്തിൽ പ്രസിദ്ധീകരിക്കാത്തത്. ലാസ്റ്റ് റാങ്ക് ആവശ്യമുള്ളവർക്ക് ഇവിടെ ഇങ്ങനെ ഓരോ റാങ്കും നോക്കിയിട്ട് നിങ്ങളുടെ കാറ്റഗറിയും അതേപോലെ നിങ്ങൾ അപ്ലൈ ചെയ്ത ബ്രാഞ്ചും നിങ്ങൾ അപ്ലൈ ചെയ്ത കോളേജും നോക്കിയിട്ട് ഇതിൽ നിന്ന് കണ്ടെത്താവുന്നതാണ്. ഈ ലാസ്റ്റ് റാങ്ക് ആവശ്യമുണ്ട് എങ്കിൽ മാത്രം. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ഇനി ഇതിലും വ്യക്തമായിട്ട് എനിക്ക് വിശദീകരിച്ച് തരാൻ സാധിക്കുന്നില്ല. വീഡിയോ വാച്ചിന് നന്ദി. നമസ്കാരം.